നമസ്കാരം, കൃഷി ദർശനിലേക്ക് സ്വാഗതം. അപൂർവ ഇനത്തിൽപ്പെട്ട ചില അലങ്കാര ചെടികളെ നമുക്കിന്ന് പരിചയപ്പെടാം. കണ്ണിനു കുളിരും മനസ്സിന് ആശ്വാസവും പകരുന്ന അലങ്കാര സസ്യങ്ങൾ കേരളത്തിൽ എല്ലായിടങ്ങളിലും സമൃദ്ധിയായി വളരുന്നു. ഇലകളുടെ ഭംഗിക്കു വേണ്ടി വളർത്തുന്ന ഉദ്യാന സസ്യങ്ങളായും ഗൃഹാന്തർഭാഗങ്ങളിലും മണിമന്ദിരങ്ങളുടെയും അലങ്കാര വസ്തുവായി കണ്ണഞ്ചിപ്പിക്കുന്ന നിറങ്ങളോടുകൂടിയ ഇലച്ചെടികൾ ഇടം നേടിക്കഴിഞ്ഞു. പൂച്ചെടികളെ വളർത്തുന്നതിനേക്കാൾ പ്രയോജനമുണ്ട് ഇലച്ചെടികൾ വളർത്തുന്നതിൽ. പൂക്കളെപ്പോലെ ഇലകൾ പെട്ടെന്ന് കേടാവുന്നില്ല. കുറഞ്ഞ സൂര്യപ്രകാശത്തിലും ചെറിയ പരിചരണത്തിലും ഇലച്ചെടികൾ നന്നായി വളരുന്നു. ഇൻഡോർ ഡെക്കറേഷൻ പ്രചരിച്ചതോടെ ഇലച്ചെടികളുടെ വിപണന സാധ്യത വൻതോതിൽ ഉയർന്നിട്ടുണ്ട്. പുഷ്പങ്ങളെപ്പോലെ ഇലച്ചെടികളും വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുമുണ്ട്. അന്യം നിന്നു പോകുന്ന ചെടികളുടെ 1000-ൽ പരം ഇനങ്ങളുണ്ട് ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന ജോസഫിന്റെ 30 വർഷത്തോളം പഴക്കമുള്ള ശേഖരത്തിൽ. പല സ്പീഷീസുകളിലും ജനുസുകളിലുമായി ധാരാളം ചെടികൾ. അവയിൽ വിരിയുന്ന അതിമനോഹരങ്ങളായ അനേകം പുഷ്പങ്ങൾ. ഇവയെല്ലാം തായ്ലൻഡ്, ഹോങ്കോങ്, ചൈന, ഫിലിപ്പൈൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നവയാണ്. വെറും 7.5 സെന്റ് വസ്തുവിലുള്ള ഇടുങ്ങിയ പരിസരവും വീടിന്റെ 2 ടെറസുകളും മാത്രം ഉപയോഗിച്ചാണ് ജോസഫ് കൃഷി നടത്തുന്നത്. പലതരത്തിലുള്ള ചെടികളെ അവയുടെ വർഗവിഭജനം നടത്തി ഇനം തിരിച്ച് പ്രത്യേകം തയ്യാറാക്കിയ സഞ്ചികളിലും ചട്ടികളിലുമായി നടുന്നു. അലങ്കാര ചെടി കൃഷിയിൽ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത കൃഷിരീതിയും പാരമ്പര്യവും അന്വേഷണവുമാണ് ജോസഫിനെ മുന്നോട്ട് നയിക്കുന്നത്. ഇത് ഓർക്കിഡ് ഇനത്തിൽപ്പെട്ട ഫെലനോപ്സിസ് എന്ന് പറയുന്ന ചെടിയാണ്. ഇതിൽ 2 നിറത്തിലുള്ള പൂക്കളാണ് ഉള്ളത്. ഇതിൽ പൂവുണ്ടാകുമ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിൽ ഇതേപോലെയുള്ള മുട്ടും ഇതിൽ ഈ ടൈപ്പിലുള്ള മുട്ടും ഉണ്ടാകുന്നു. ഫൈനൽ സ്റ്റേജ് വരുമ്പോൾ പൂ വിരിയുകയും ഈ ഷേപ്പിൽ വരികയും ചെയ്യുന്നു. ഓർക്കിഡ്, ആന്തൂറിയം, ഫേൺ വർഗത്തിൽപ്പെട്ടവ, ബോൺസായി, കാക്ടസ്, ക്രോട്ടൺ, അപൂർവ ഇനത്തിൽപ്പെട്ട മറ്റ് അലങ്കാര ചെടികളായ കോളാമ്പിപ്പൂവ്, സാനസോ ഗോൾഡ്, സ്ട്രോബിലാന്തസ്, മോൺസ്റ്റീരിയ, ഡിഫൻബെക്കിയ, ലിമോണിയ വെരിഗാറ്റ എന്നിവ ഉദ്യാന സൗന്ദര്യത്തിനും വാണിജ്യ നേട്ടങ്ങൾക്കുമായി നട്ടുവളർത്തുന്നവയാണ്. ഇത് തായ്ലൻഡിൽ നിന്ന് വരുന്ന ഒരുതരം വള്ളിച്ചെടിയാണ്. ഇതിൽ മനോഹരമായ പൂക്കളുണ്ടാവും. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ മുട്ടാണ്. സെക്കൻഡ് സ്റ്റേജായിട്ട് വരുന്നത് ഇതാണ്. ഇതിൽ 2 ഭാഗങ്ങൾ സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോഴേക്കും നമുക്ക് കാണാം. തേർഡ് സ്റ്റേജിൽ അത് വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാവുന്നതാണ് 2 പാർട്സ്. ഫോർത്ത് സ്റ്റേജ് ആകുമ്പോഴേക്കും ഒരുവിധം വലുതായി അതിൻ്റെ പൂവിൽ ഒരുതരം വെയിൻസ് പോലെ മെറൂൺ കളറിൽ വരുന്നു. 4ാമത്തെ സ്റ്റേജ് ആകുമ്പോഴേക്കും പൂ വിരിയേണ്ട ഏകദേശം സ്റ്റേജിലായി 2 ഭാഗവും വളരെ ക്ലിയറായി കാണാം. ഈ സ്റ്റേജ് വന്നാൽ 2 ദിവസത്തിനകം ഈ പൂവ് അതിൻ്റെ നടുവേ വെച്ച് 2ആയി വിരിയുകയും ഈ ഷേപ്പിൽ വരികയും ചെയ്യും. ഈ പൂവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഇല കമിഴ്ത്തി വയ്ക്കുന്ന പോലെയുള്ള ആകൃതിയിലുള്ള പൂവാണ്. ചെറുപ്രാണികളെ ആകർഷിച്ച് ഇരയാക്കുന്ന നെപ്പന്തസ് എന്ന ഇരപിടിയൻ ചെടി
ഇത് നെപ്പന്തസ് എന്ന് പറയുന്ന ഒരു തരം ഇരിവിഡിയൻ പ്ലാന്റാണ്. ഇത് മഴ കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ചിറാപൂഞ്ചി എന്ന സ്ഥലത്ത് ഇത് ധാരാളമായിട്ട് വളരുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന ആഹാരം എന്ന് പറയുന്നത് ഈ ട്യൂബിൽ വീണ് കിടക്കുന്ന ചെറിയ ഉറുമ്പുകളും മറ്റുള്ള ചെറിയ പ്രാണികളും അലിഞ്ഞു ചേർന്ന് ചെടി ആവശ്യത്തിനുള്ള വലിച്ചെടുക്കുന്നു. ചെടിച്ചട്ടിയിൽ നമ്മൾ വളം അധികമായിട്ട് വളർത്തുകയാണെങ്കിൽ ഇതിലുണ്ടാകുന്ന ട്യൂബിൻ്റെ എണ്ണം കുറയും. മഴ നനയാതിരിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ മുകളിൽ ഈ അടപ്പ് കൊടുത്തിരിക്കുന്നത്. ഈ ട്യൂബിൽ നിറച്ച് രോമങ്ങൾ ഉണ്ട്, അത് അടിയിലേക്ക് ചരിഞ്ഞിരിക്കുന്നു. ഇതിലൊരു തരം ദ്രാവകം ഉണ്ടാകുകയും ആ ദ്രാവകത്തിൻ്റെ അട്രാക്ഷനിൽ പ്രാണികൾ വന്ന് ഇവിടെ ഇരിക്കുമ്പോൾ അത് സ്ലിപ്പ് ചെയ്ത് താഴേക്ക് വീഴുകയും രോമങ്ങളുള്ള കാരണം കൊണ്ട് മുകളിലേക്ക് കയറി വരാതിരിക്കാൻ പറ്റും. അതുകൊണ്ട് അതിൽ കിടന്ന് ചീഞ്ഞ് ചെടിക്ക് ആവശ്യമുള്ള വളം കിട്ടുന്നു. ഇരവിഡിയൻ പ്ലാന്റ് എന്നും ഇതിന് പറയാറുണ്ട്. വിദേശങ്ങളിൽ നിന്ന് ഇപ്പോൾ പല കളറിലുള്ള ട്യൂബുകൾ ഉണ്ടാകുന്ന ചെടികളും ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. താഴേക്ക് വളരുന്ന കുള്ളൻ പുളിമരം, തായ്ലൻഡുകാരനായ അത്തി, വെരിഗാറ്റ ചെത്തി, ഭക്ഷ്യയോഗ്യമായ ചൈനീസ് കറിവേപ്പില എന്നിവയുടെ കൂട്ടം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് ചൈനീസ് കറിവേപ്പാണ്. നല്ല മണമുള്ള സാധനമാണ്. നമ്മുടെ നാടൻ കറിവേപ്പിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. നാടൻ കറിവേപ്പാണെങ്കിൽ പൊങ്ങിപ്പോകും, ഒത്തിരി സ്ഥലം വേണം. ഇതാവുമ്പോൾ നമുക്കൊരു വലിയ ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ ഇതൊരു ബുഷായിട്ട് ഇങ്ങനെ നിന്നോളും. കറിയിലിട്ടാൽ നല്ല മണമാണ്. ഞാനിത് കുറച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് വ്യവസായ അടിസ്ഥാനത്തിൽ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. അത് വില കുറച്ച് തന്നെ വളരെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കേരളത്തിൽ അധികം ഇല്ലാത്തൊരു സാധനമാണ്. 1500-ൽ പരം ഡെൻഡ്രോബിയ ഓർക്കിഡുകൾ ചട്ടികളിൽ വളരുന്നുണ്ട്. ഓർക്കിഡ് കുടുംബത്തിലെ പ്രത്യേക ഇനങ്ങളായ ഫെലിനോപ്സിസ്, ഗ്രൗണ്ട് ഓർക്കിഡ്, ഡാൻസിംഗ് ഗേൾ എന്നീ മുന്തിയ തരം ചെടികൾ ജോസഫ് വിൽപ്പനയ്ക്ക് വച്ചിട്ടുണ്ട്. ജോസഫ് സാറിൻ്റെ വീട്ടിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 7 സെൻറ്റ് സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്ലോട്ടാണിത്. അതിനകത്ത് വീട് പോയിട്ട് ബാക്കിയുള്ള ഭൂമിയിൽ 1 ഇഞ്ച് സ്ഥലം പോലും കളയാതെ മുഴുവൻ ഈ അലങ്കാര ഇലച്ചെടികളും മറ്റ് വർണ്ണപ്രപഞ്ചവും ഒരുക്കിക്കൊണ്ടാണ് നിറച്ചിരിക്കുന്നത്. അപ്പം ഈ സ്ഥലത്ത് വെയിൽ കിട്ടാത്തൊരു സ്ഥലമായതുകൊണ്ട് തന്നെ വെയിൽ ആവശ്യമില്ലാത്ത ഇല കൊണ്ട് മാത്രം അതിൻ്റെ ഭംഗി പ്രദർശിപ്പിക്കുന്ന ചെടികളാണ് ഇവിടെ ഏറിയ പങ്കും കാണുന്നത്. പിന്നെ ഇത് കൂടാതെ പല തരത്തിലുള്ള നമുക്ക് ഓരോരുത്തർക്കും ആശ്ചര്യം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ചെടികളുടെ ഒരു ശേഖരണം. അതിൽ പെടുന്നതാണ് ചൈനീസ് കറിവേപ്പ്. അത് ശരിക്കും ഈ ടെറസിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരിൽ, അങ്ങനെയുള്ള വളരെ കുറച്ച് സ്ഥലം മാത്രമുള്ള വീടുകളിൽ ഇത്രയും കുറ്റിച്ചെടിയായി നിൽക്കുന്ന വളരെയധികം മണം തരുന്ന കറികളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സാധാരണ കറിവേപ്പിൻ്റെ ഇരട്ടി മണം തരുന്ന രീതിയിലുള്ളൊരു കറിവേപ്പില ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും, കുറ്റിച്ചെടി പോലെ. അതിന് വലിയ പരിചരണം ആവശ്യമില്ല, രോഗബാധയും കിടബാധയും ഒക്കെ കുറവാണ്. പിന്നെ അതേപോലെ തന്നെ ബോൺസായികളുടെ ഒരു കളക്ഷനുണ്ട്. പിന്നെ റോഡോഡെൻഡ്രോൺ എന്ന് പറഞ്ഞ് വളരെ വിലപിടിപ്പുള്ള ചെടിയാണ്, അതിൻ്റെ ഒരു കളക്ഷനുണ്ട്. മോസ് പ്ലാന്റ്, സ്പാത്തോഗ്ലോട്ടിസ്, ഇങ്ങനെ പറയുന്ന പിന്നെ പാഫിയോപെഡിലം, വളരെയധികം വിശിഷ്ടങ്ങളായ ഒരുപാട് ചെടികളുടെ ഒരു ഗ്രൂപ്പാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് അധികം വെയിൽ കൊള്ളരുത്, വെള്ളം അധികം ഒഴിക്കുകയും ചെയ്യരുത്. വെയിൽ കൊണ്ടാൽ വാടിപ്പോവും. ഇത് രാവിലത്തെ വെയിൽ മാത്രം കൊണ്ടാൽ മതി. ഇതൊരു 2 മാസം കഴിയുമ്പോൾ ഇതിലുള്ള തൈകൾ ഇളക്കി നട്ടിട്ട് തണലിൽ വയ്ക്കണം. ഈ ചെടി നല്ല കൂടിയ ചെടിയാണ്. രാവിലത്തെ വെയിൽ മാത്രം കൊണ്ടാൽ മതി. ഒരു 2 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ മോൾ ഭാഗം കട്ട് ചെയ്ത് മണലിൽ വയ്ക്കുകയാണെങ്കിൽ പുതിയ ചെടി അതിൽ നിന്നുണ്ടാക്കാം. ഇവിടെ ജോസഫ് സാറിൻ്റെ വീട്ടിൽ നിന്നും അലങ്കാര ചെടികളും അലങ്കാര പുഷ്പങ്ങളും ധാരാളമായി ഇവിടെയുണ്ട്. ഇവിടെ നിന്ന് ഞാനത് വാങ്ങി കൊണ്ടുപോയി എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അതിനെ തയ്യാക്കി ഞാൻ പുറത്ത് കൊടുക്കാറുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് എനിക്ക്
വരുമാനം കിട്ടുന്നുണ്ട്, സന്തോഷവും ഉണ്ട്. ആന്തൂര്യത്തിന്റെ മുതുമുത്തശ്ശിമാരുൾപ്പെട്ട ഇലച്ചെടികൾ നിരവധിയാണ്. ആന്തൂര്യം വെറോക്കാനം, ക്രാസിനെർവിയം, ഫിഡാറ്റോ റേഡിയേറ്റ, ലോവിം, മാക്രോലോബം, ഡിജിറ്റേറ്റം തുടങ്ങിയ മേൽത്തരം ചെടികൾ അടിമുടി അഴകുചൂടി നിൽക്കുന്നത് കാണാം. അലങ്കാര ചെടി കൃഷിക്ക് സർക്കാർ ധാരാളം സഹായം നൽകുന്നുണ്ട്. വട്ടിയൂർക്കാവ് കൃഷി ഓഫീസ് ജോസഫിന് ഏറ്റവും സഹായകമായി പ്രവർത്തിച്ചു വരുന്നു. ഇത് ഡെൻഡ്രോബിയം ഇനത്തിൽപ്പെടുന്ന വളരെ മനോഹരമായ ഒരു ഓർക്കിഡാണ്. അപ്പോൾ ഈ ഓർക്കിഡിനെ പോലെ തന്നെ ഒരു 1500ഓളം ചെടികൾ ജോസഫിൻ്റെ ടെറസിലെ ഗ്രീൻ ഹൗസിൽ വളരെ മനോഹരമായി സുരക്ഷിതമായി നട്ടൊരുക്കിയിട്ടുണ്ട്. ഇതിന് നമ്മുടെ കൃഷി വകുപ്പിൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ധനസഹായം കൊടുക്കുന്നുണ്ട്. ഒരു യൂണിറ്റ് 1000 ചെടികൾക്കാണ് നമ്മൾ ധനസഹായം കൊടുക്കുന്നത്. വാണിജ്യാടിസ്ഥാനത്തിൽ പുഷ്പകൃഷി ചെയ്യുന്ന കർഷകന് 1000 ഓർക്കിഡ് ചെടികളോ 1000 ആന്തൂറിയം ചെടികളോ ഉണ്ടെങ്കിൽ 35,000 രൂപയാണ് സബ്സിഡി ഇനത്തിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇത്തവണ നമ്മൾ ജോസഫ് സാറിന് അത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കൾ വിൽപ്പനയ്ക്കാണെങ്കിൽ അതിനുള്ള സാധ്യതകൾ വളരെയധികം ഉണ്ട്. ഇവിടെ നിന്ന് തന്നെ ഓർക്കിഡ് സൊസൈറ്റിയോ അല്ലെങ്കിൽ മറ്റ് പൂക്കൾ ഇൻഡോറായിട്ട് അറേഞ്ച് ചെയ്യുന്ന ബൊക്കെ മേക്കിങ്ങിനുള്ള ആൾക്കാരൊക്കെ വന്ന് വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. ഒരു പൂങ്കൊലയ്ക്ക് 30 രൂപ വരെ പുള്ളിക്ക് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം അതിനേക്കാളും ലാഭം എന്ന് പറയുന്നത് ഇതൊരു 3.5 മാസം പ്രായമുള്ള ചെടിയാണ്. ഇത്രയും പരിപാലനം കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഈ ഒരു ചെടിക്ക് 150 മുതൽ 300 രൂപ വരെ കൊടുത്ത് വാങ്ങിക്കൊണ്ട് പോകാൻ ആൾക്കാർ ഇവിടെ തന്നെ എത്താറുണ്ട്. അപ്പോൾ തീർച്ചയായും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന മറ്റേവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാർഷിക മുറ അനുവർത്തിക്കുന്ന രീതിയാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. പ്രകൃതിയുടെ സർഗാത്മകത ചാലിച്ചൊരുക്കിയ പല വർണ്ണങ്ങളിലുള്ള ഇലച്ചെടികൾ, പന്നൽ വർഗ്ഗങ്ങൾ തുടങ്ങിയവ വിവിധ വിഭാഗങ്ങളായി തിരിച്ച് അടുക്കും ചിട്ടയോടുകൂടി നട്ടുവളർത്തുന്നു. ഇതെല്ലാം ആന്തൂറിയം വെറൈറ്റിപ്പെട്ട ചെടികളാണ്. വളരെ റയർ പ്ലാന്റും വളരെ കോസ്റ്റ്ലിയുമാണ്. മിക്കവാറും എല്ലാം വിദേശത്തു നിന്ന് തന്നെ വന്നിരിക്കുന്ന ചെടികളാണ്. ഇതിൽ ഏറ്റവും കോസ്റ്റ്ലി ചെടി എന്ന് പറയുന്നത് ഈ ചെടിയാണ്. ഇതിൻ്റെ ഇലയുടെ കട്ടിയാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത. ആന്തൂറിയം ഫോളിയേജ് പ്ലാന്റ്സ് ആണ് എല്ലാം. ഫിലോഡെൻഡ്രം സസ്യകുടുംബത്തിൽപ്പെട്ട തായ്ലൻഡ് രാജ്യക്കാരായ വിവിധ ഇനം ചെടികളെ പരിചയപ്പെടാം. സാനഡു, മാർട്ടീനം, ലെനറ്റി, ബ്ലാക്ക് കാർഡിനൽ, റെഡ് കാർഡിനൽ, കിങ് ഡ്രാഗൺ, ഗോയൽ ഡി, എമറാൾഡ് പ്രിൻസ് തുടങ്ങിയ അലങ്കാര ചെടികളുടെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഒരു വിപണന കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. അലോക്കേഷ്യ വർഗത്തിൽ പിറന്ന ജോൺസ്റ്റാനിയ, ആമസോണിക്, കുക്കുലേറ്റ പോട്രെ, സാൻഡ്രിയാന, അഗ്ലോനിമ സസ്യകുടുംബത്തിൽപ്പെട്ട 11 തരം റെഡൻഡിം ചെടികൾ ശ്രീ ജോസഫിന്റെ വിപണിയിലെ മുൻപനും ഉൽപ്പന്നത്തിൽ ഗുണമേന്മയേറിയതുമാണ്. ക്രോട്ടൺസ് കുടുംബത്തിലെ മോണാലിസ, ശിവശങ്കർ, ഫൈക്കസ് കുടുംബത്തിലെ ബോൺസായി ബെഞ്ചാമിന, ബോൺസായി ബംഗാലെൻസിസ്, മരാന്ത വർഗത്തിലെ ഹോമോലോമിന, പന്നൽ സുന്ദരിമാരായ സ്റ്റാഗ് ഹോൺ, ആനച്ചെവിയൻ, അക്കോലിഫ ഗോൾഡ് സെഫിയാന, സ്നേക്ക് ഫേൺ, അലങ്കാര പനകളായ ഷാംപെയിൻ പാം, റാഫിസ് മീനിയേച്ചർ വെരിഗേറ്റ, കള്ളിച്ചെടികളായ യൂഫോബിയ, റാറ്റ് ടെയിൽസ്, അപ്രോകാക്ടസ്, സിയാമി കുലസ് വർഗത്തിലെ ബോഗീനിയ, സ്പാനിഷ് മോസ് എന്ന ഹാങ്ങിങ് ഗ്രാം എന്നിങ്ങനെയുള്ള അപൂർവം സസ്യവർഗ്ഗങ്ങൾ. കൂടാതെ അൽക്കാലിഫ, ലിപ്സ്റ്റിക് ചെടി, അരക്കേറിയ, അലൂമിനിയം ചെടി എന്നിവ പ്രകൃതിയുടെ വൈവിധ്യങ്ങളുടെ മാസ്മരിക ശോഭ വിളിച്ചറിയിക്കുന്നു. പല ചെടികളും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും മറ്റൊരിടത്തും കാണാത്തതും കേരളത്തിന് പുറത്തുള്ള ഇനങ്ങളുമാണ്. കേരളത്തിൻ്റെ സവിശേഷ കാലാവസ്ഥ അലങ്കാര ചെടികളുടെ വളർച്ചയ്ക്ക് അനുയോജ്യവുമാണ്.
കണക്കിന്റെ കൂട്ടലുകളും കിഴിക്കലുകളുടെയും തിരക്കിനിടയിൽ മനസ്സിന്റെ സമാധാനവും പൂർണ്ണ സംതൃപ്തിയും ലഭിക്കുന്നത് അലങ്കാര ചെടി കൃഷിയിൽ വ്യാപൃതനാകുമ്പോൾ മാത്രമാണെന്ന് ജോസഫ് പറയുന്നു. വളം ചേർക്കലും കളപറിക്കലും വെള്ളം നനയ്ക്കലും ഒക്കെ ജോസഫ് സ്വന്തമായി തന്നെ ചെയ്യുന്നു. രാസവളത്തിനു പകരം സ്വന്തമായി നിർമ്മിക്കുന്ന ജൈവവളങ്ങൾ മാത്രമേ ഉപയോഗിക്കൂ. കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, ചാണകവെള്ളം, ഇലപ്പൊടി മിശ്രിതം, എല്ലുപൊടി എന്നിവ ഉത്തമമാണെന്നാണ് ജോസഫിന്റെ അനുഭവം. ചെടികളുടെ വംശവർദ്ധനയ്ക്കായി തണ്ട് മുറിക്കൽ, പതിവയ്ക്കൽ, തണ്ട് മണ്ണിൽ താഴ്ത്തിവെച്ച് അതിൽ ഇലപ്പൊടി മിശ്രിതമിട്ട് മണ്ണ് മൂടിയാൽ വേര് എളുപ്പം വരും. കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് കൃഷി ലാഭകരമാക്കാനുള്ള ഏകമാർഗം. ചെടികളുടെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നത്. എല്ലാത്തരം ചെടികൾ നമ്മളതിൻ്റെ ടെക്നിക്ക് ഒന്ന് മനസ്സിലാക്കിയിരിക്കണമെന്നുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു അത്തിച്ചെടി വാങ്ങിച്ചു. അത്തിച്ചെടി 500 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. അത് 3 മാസം കൊണ്ട് ഞാൻ അതിനെ 3 തൈയാക്കി. ആ 3 തൈനെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് 11 തൈയാക്കി. അപ്പോൾ ഇനി അതിനെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് ഒരു 6 മാസം കൊണ്ട് ഏകദേശം ഒരു 40-50 തൈ ഉണ്ടാക്കാം. എനിക്ക് വാങ്ങിച്ചാൽ ഞാൻ ആ ഒരു ചെടി 500 രൂപയ്ക്ക് കൊടുത്താലും 400 രൂപയ്ക്ക് കൊടുത്താലും എനിക്ക് 10 മടങ്ങ് പ്രോഫിറ്റാണ് കിട്ടുന്നത്. ചെടി വളർത്താൻ മൺചട്ടികളാണ് ഉപയോഗിച്ചു വരുന്നത്. വിപണിയിൽ പുതുതായി എത്തിയിട്ടുള്ള പ്ലാസ്റ്റിക് ചട്ടികളും പ്ലാസ്റ്റിക് സഞ്ചികളും ലോഹച്ചട്ടികളും ന്യൂട്രൽ നിറങ്ങളുള്ള ചട്ടികളും ഇലച്ചെടികളുടെ അഴക് വർദ്ധിപ്പിക്കുന്നവയാണ്. ചെടിച്ചട്ടികൾ 2-3 ഇനത്തിലുണ്ട്. നമുക്ക് ഏറ്റവും ചെടി വളർത്താൻ പറ്റിയ ചട്ടി എന്ന് പറയുന്നത് മൺചട്ടിയാണ്. മൺചട്ടിയിൽ ചെടി വളർത്തുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ചട്ടിയിൽ വളർത്തുന്നതിനേക്കാളും നല്ല രീതിയിൽ അത് വളരും. പ്ലാസ്റ്റിക് ചട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഉപയോഗിക്കാവുന്ന ഒരു മാധ്യമം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് കവറാണ്, പോളിത്തീൻ കവർ. പോളിത്തീൻ കവർ വളരെ വിലക്കുറവാണ് മൺചട്ടി ഉപേക്ഷിച്ചും പ്ലാസ്റ്റിക് ചട്ടി ഉപേക്ഷിച്ച് നോക്കുമ്പോഴും. പ്ലാസ്റ്റിക് ചട്ടിക്ക് വില എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ഇതുപോലെ ഒരു ചട്ടി വരുത്തിക്കുകയാണെങ്കിൽ നമ്മളിവിടെ 10 രൂപ കൊടുക്കുകയാണെങ്കിൽ കമ്പനിയിൽ ഏകദേശം 5 രൂപയോളം കൊടുത്താൽ മതി. അപ്പോൾ നമുക്കതിൽ നല്ല ലാഭം കിട്ടും. പിന്നെ ചെടി ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് വെയിൽ വേണ്ട ചെടിയും വെയിൽ വേണ്ടാത്ത ചെടികളും ഉണ്ട്. പുഷ്പിക്കുന്ന ചെടിയാണെങ്കിൽ നമ്മൾ അത് എപ്പോഴും വെയിലത്ത് തന്നെ വെക്കുന്നു. പടരാനുള്ള പരിശീലനം ചെടികൾക്ക് നൽകണം. ഇലകളെ നശിപ്പിക്കുന്ന ശത്രുപ്രാണികളെയും പുഴുക്കളെയും ചെടികളെ ബാധിക്കുന്ന ഫംഗസ് തുടങ്ങിയ രോഗങ്ങളെയും പ്രതിരോധിക്കാൻ ഔഷധങ്ങൾ ഉപയോഗിക്കുന്നു. തന്റെ കഠിനാധ്വാനത്തിന്റെ പിറകിൽ കുടുംബത്തിനുള്ള പങ്ക് വലുതാണെന്ന് ജോസഫ് വിശ്വസിക്കുന്നു. തൊഴിലിനു വേണ്ടിയും ബാങ്ക് വായ്പകൾക്കായും കയറിയിറങ്ങുന്ന വിദ്യാസമ്പന്നരായ ഇന്നത്തെ തലമുറയിലെ യുവാക്കൾക്ക് ഒരു പരീക്ഷണം എന്ന നിലയിലെങ്കിലും അലങ്കാര ചെടി കൃഷി പ്രായോഗികമായി പരിശീലിക്കാവുന്നതാണ്. കുറഞ്ഞ സമയവും നിക്ഷേപവും കൊണ്ട് ജീവിക്കാൻ ആവശ്യമായ വരുമാനം ഉണ്ടാക്കുവാൻ സാധിക്കും. ഞാൻ ജോസഫ് സാറിൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് താമസിക്കുന്ന. 1-2 വർഷങ്ങൾ കൊണ്ട് സാറിൻ്റെ ഈ പുഷ്പകൃഷി ചെടികളുടെ ഇതൊക്കെ കണ്ട് എനിക്ക് ആഗ്രഹം തോന്നി. ഞാൻ സാറിൻ്റെ അടുത്ത് വരികയും 1 വർഷക്കാലം കൊണ്ട് ഞാൻ സാറിനെ സഹായിക്കുകയും അതിൽ നിന്ന് കിട്ടുന്നതിൽ ഒരു വിവിധം എനിക്ക് സാമ്പത്തികമായി എന്നെ സഹായിക്കുകയും എനിക്കിപ്പോൾ അതിലോട്ട് വലിയ ആർത്തിയും അത് ചെയ്യണമെന്ന് എനിക്കൊരു സന്തോഷവും സാർ അത് തരികയും എനിക്ക് പ്രോത്സാഹനം തരികയും അതിലെനിക്ക് വലിയ ആഗ്രഹം ആണ് ഇതിൽ ചെയ്യുന്നതിനിപ്പോഴും. അപ്പോൾ ഇതിൽ കിട്ടുന്ന ഒരു വരുമാനം എനിക്കിപ്പോൾ ഒരു ഉപജീവിതമായി വന്നുകൊണ്ടിരിക്കുകയാണ്. കച്ചവട താൽപ്പര്യങ്ങൾക്കതീതമായി ഇലച്ചെടി കൃഷിയും പൂക്കൃഷിയും മാതൃകയാവുന്നത് അങ്ങനെയാണ്.
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംയോജിത കൃഷിക്ക് ധനസഹായം. കാർഷിക വായ്പകൾക്ക് നബാർഡ് പലിശ നിരക്ക് വർദ്ധിപ്പിച്ചു. ക്ഷീരവികസന വകുപ്പ് കർഷകർക്ക് നൽകുന്ന സബ്സിഡി ബാങ്കുകൾ വഴി. വിശദമായ വാർത്തകളിലേക്ക്. കൃഷിയും മൃഗസംരക്ഷണ മേഖലയും സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന സമ്മിശ്ര കൃഷിക്ക് 40,000 രൂപ വരെ ധനസഹായം ലഭ്യമാണ്. കർഷകന് 50 സെന്റോ അതിൽ കൂടുതൽ സംയോജിത കൃഷിക്കായി കൃഷിഭൂമി ഉണ്ടായിരിക്കണം. കൂടാതെ 2 പശുവെങ്കിലും കൃഷിയിടത്തിലുണ്ടായിരിക്കണം. കോഴി, ആട്, കാട എന്നിവയെ വളർത്തുന്ന സമ്മിശ്ര കൃഷി അഭികാമ്യം. കൂടുതൽ വിവരങ്ങൾക്ക് അതാതിടങ്ങളിലെ കൃഷിഭവനുമായി ബന്ധപ്പെടണം. ദീർഘകാല കാർഷിക വായ്പകളുടെ പലിശ നിരക്ക് നബാർഡ് വർദ്ധിപ്പിച്ചു. ദീർഘകാല വായ്പകളിൽ ഇനി മുതൽ കർഷകർ 4% പലിശ കൂടുതലായി നൽകേണ്ടി വരും. ദീർഘകാല കാർഷിക വായ്പകൾക്ക് പുതിയ നിരക്കനുസരിച്ച് 14.5% പലിശ നൽകേണ്ടി വരും. കർഷകർ തങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പറും തങ്ങൾ കൃഷി ചെയ്യുന്ന കാർഷിക വിളകളെക്കുറിച്ചുള്ള വിവരങ്ങളും തൊട്ടടുത്തുള്ള കൃഷിഭവനുകളിൽ നൽകിയാൽ കർഷകരുടെ മൊബൈൽ ഫോണിൽ സാങ്കേതിക വിള പരിപാലനത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ മലയാളത്തിൽ ലഭിക്കും. ഗുണഭോക്താക്കളാകാൻ താൽപ്പര്യമുള്ള കർഷകർ കൃത്യമായ വിവരങ്ങൾ സഹിതം അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടണം. ഫിഷറീസ് വകുപ്പിന്റെ ഓടയം ഹാച്ചറിയിൽ ആറ്റുകൊഞ്ചിന്റെ കുഞ്ഞുങ്ങൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. കുഞ്ഞൊന്നിന് 60 പൈസ നിരക്കിൽ പ്രവൃത്തി ദിവസങ്ങളിൽ ഹാച്ചറിയിൽ നിന്ന് ആറ്റുകുഞ്ഞുങ്ങളെ വിതരണം ചെയ്യും. താൽപ്പര്യമുള്ള കർഷകർക്ക് മുൻകൂറായി പേ രജിസ്റ്റർ ചെയ്യാം. ഫോൺ നമ്പർ 9447900128. ക്ഷീരസഹകരണ സംഘത്തിൽ അളക്കുന്ന ഓരോ ലിറ്റർ പാലിനും ക്ഷീരവികസന വകുപ്പ് നൽകുന്ന 1 രൂപ സബ്സിഡി ഇനി മുതൽ പൊതുമേഖലാ ബാങ്കുകൾ വഴി നൽകുമെന്ന് ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ അറിയിച്ചു. ഇതിനായി എല്ലാ ക്ഷീര കർഷകരും ബ്ലോക്ക് തല ക്ഷീരവികസന ഓഫീസർമാർക്ക് അപേക്ഷ സമർപ്പിക്കണം. സീതപ്പഴം, ആനമുന്തിരി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന കസ്റ്റാർഡ് ആപ്പിളിന് കേരളത്തിൽ വിപണന സാധ്യത ഏറെയാണ്. ഇതിന്റെ പൾപ്പ് ഉൽപ്പന്ന വൈവിധ്യവൽക്കരണത്തിന് വൻതോതിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ വായുവുമായി സമ്പർക്കത്തിൽ വന്നാൽ സീതപ്പഴത്തിനകം പെട്ടെന്ന് തവിട്ടു നിറമാകുമെന്നത് ഈ പഴത്തിന്റെ ന്യൂനതയാണ്. ഇത് പരിഹരിച്ച് ഫലപ്രദമായ സീതപ്പഴത്തിന്റെ പൾപ്പ് എടുക്കുന്നതിന് ഉദയപൂരിലെ മഹാറാണ പ്രതാപ് യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ പുതിയൊരു യന്ത്രത്തിന് രൂപം നൽകി. യന്ത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0292470457. ഇമെയിൽ chandrak.aha@gmail.com. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കൃഷിവിജ്ഞാന കേന്ദ്രം CO3 എന്ന തീറ്റപ്പുൽ മട്ടുപ്പാവിൽ വളർത്തുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു. ഗ്രോ ബാഗുകളിൽ തീറ്റപ്പുൽ നട്ട് മട്ടുപ്പാവിൽ 1 അടി അകലത്തിൽ വച്ചാണ് ഈ രീതിയിൽ തീറ്റപ്പുല്ല് വളർത്തുന്നത്. തുള്ളിനന അനുവർത്തിച്ച് വെള്ളവും വളവും ചുവട്ടിലെത്തിക്കുന്നു. നട്ട് 10 ആഴ്ച കഴിഞ്ഞ് ലാഭകരമായ വിളവ് നൽകി തുടങ്ങും. ഓരോ മാസവും വിളവെടുക്കാം. കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വിളിക്കാവുന്ന ഫോൺ നമ്പർ ഇനി പറയുന്നു: 04602226 മലപ്പുറം തവന്നൂർ കൃഷിവിജ്ഞാന കേന്ദ്രം കൂൺ കൃഷിയിൽ പരിശീലനം നൽകുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് കൃഷിവിജ്ഞാന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പേ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഫോൺ നമ്പർ 0492268639. ക്ഷീരകർഷകർക്ക് ഓണക്കാല പെൻഷൻ അനുവദിച്ചു. കേരള ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡിന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ക്ഷീരകർഷകർ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ലൈഫ് സർട്ടിഫിക്കറ്റ് ക്വാളിറ്റി കൺട്രോളർ ഓഫീസർമാർക്ക് സമർപ്പിക്കണമെന്ന് ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കരിക്കിന്റെ ഉപയോഗത്തിന് യോജിച്ച തെങ്ങിന്റെ പുതിയ ഇനമാണ് കേരമധുര. അത്യുൽപാദന ശേഷിയുള്ള കേരമധുര ഇടത്തരം ഉയരമുള്ള തെങ്ങിനമാണ്. ഒരു തെങ്ങിൽ പ്രതിവർഷം ശരാശരി 119 തേങ്ങ ലഭിക്കുമെന്നാണ് കണക്ക്. നല്ല പച്ച നിറത്തിൽ അണ്ഡാകൃതിയിലുള്ളതാണ് തേങ്ങ. പീലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ഡോക്ടർ സുദർശന റാവുവും സഹപ്രവർത്തകരുമാണ് കേരമധുര വികസിപ്പിച്ചെടുത്തത്. കൂടുതൽ വിവരങ്ങൾക്ക് പീലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ
0467 226 0450. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 18,750 രൂപ, RSS 5 18,250 രൂപ. വെളിച്ചെണ്ണ 8,050 രൂപ. കൊപ്ര 5,530 രൂപ. കുരുമുളക് 42,900 രൂപ. ജാതിക്ക തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 375 രൂപ, തൊണ്ടില്ലാതെ 550 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 42,900 രൂപ, അൺഗാബിൾഡ് കുരുമുളക് 40,900 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് ക്വിൻ്റലിന് 40,500 രൂപ, വയനാടൻ കുരുമുളക് 41,000 രൂപ. കൊപ്ര വിപണി കോഴിക്കോട് 5,400 രൂപ, തളിപ്പറമ്പ് 5,100 രൂപ, കാസർഗോഡ് 4,975 രൂപ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കണ്ണൂരിൽ 8,575 രൂപ, കോട്ടയത്ത് 8,550 രൂപ, ആലപ്പുഴയിൽ 8,050 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 30.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 31.1, 24.5. കൊച്ചി 29.8, 23.4. ആലപ്പുഴ 29.4, 23.5. പുനലൂർ 29, 22.4. 30. തിരുവനന്തപുരം 30, 23.2. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.